നന്ദൻ ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന് സ്വന്തമായി പാടമില്ലാത്തതുകൊണ്ട് ലാലയുടെ പാടത്തിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹം ദിവസം മുഴുവൻ പാടത്ത് ജോലി ചെയ്യും. പിന്നീട് കൃഷി മുഴുവൻ കൊയ്തതിനു ശേഷം ലാലാജി അവിടെ എത്തും. അരെ വാ വാ ഗോളു ബോളു, ഇവിടെയുള്ള എല്ലാ പച്ചക്കറിയും എടുത്തു വെച്ചോ. ചേട്ടാ ലാലാജി, എന്റെ പങ്ക് അത് ഞാൻ മറന്നുപോയല്ലോ. ലാല അവരുടെ ആൾക്കാരോട് ആംഗ്യം കാണിച്ചു. പിന്നീട് അവരുടെ ആളുകൾ പച്ചക്കറികളെയും പഴങ്ങളെയും പിരിച്ചെടുത്തു. ലാലാജി, ഇത് വളരെ കുറവായിട്ടുണ്ടല്ലോ. അങ്ങനെയാണോ? നീ ഇപ്പോഴും എന്നെ ധിക്കാരിക്കുന്നു സംസാരിക്കുകയാണോ? ഇപ്പൊ നീ തന്നെ എനിക്ക് ഏതാണ് കൂടുതൽ ഏതാണ് കുറവെന്ന് നീ പറഞ്ഞു തരികയാണോ? ലാലാജി, ഞാൻ എന്റെ പങ്ക് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഞാൻ രാവിലെ തൊട്ട് ഫുള്ളായിട്ട് ഞാനാ ജോലി ചെയ്യുന്നത്. എനിക്ക് എന്റെ പങ്ക് കിട്ടണ്ടേ? നീ എന്റെ അടുത്ത് ചോദിക്കുന്ന അളവ് നീ വലിയ മനുഷ്യനായോ? നീ നിന്നെ കൊണ്ട് എന്റെ വയലിൽ ജോലി ചെയ്യാൻ പറ്റിയാ ചെയ്തോളൂ. നിനക്ക് ഇത്ര പങ്കേ കിട്ടുള്ളൂ, മനസ്സിലായോ? ലാലയുടെ ആളുകൾ പച്ചക്കറികൾ, പയറുകൾ, പിന്നെ ധാന്യങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. നന്ദൻ വിഷമത്തോടെയായിരുന്നു. ഇത്രയും പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് കാശുണ്ടാക്കാൻ പറ്റുക? എന്റെ ദൈവമേ, എന്നെ ഒന്ന് സഹായിക്കണേ. ബാക്കിയുണ്ടായിരുന്ന പച്ചക്കറികളും പയറും കൊണ്ട് നന്ദൻ മണ്ടിയിലേക്ക് പോയി. അദ്ദേഹം അവിടെ വ്യാപാരിയോട് ആ പച്ചക്കറികളൊക്കെ വിറ്റു. ഈ പച്ചക്കറിയൊക്കെ മൊത്തം 500 രൂപ കിട്ടുള്ളൂ. പിന്നെ ഈ അരിക്ക് 1000 രൂപ കിട്ടും. ഇതാ പിടിച്ചോളൂ. മാസം മുഴുവൻ ജോലി ചെയ്ത് നന്ദന് വെറും 1500 രൂപയാണ് കിട്ടിയത്. അദ്ദേഹത്തിന് വളരെ വിഷമമായി. അദ്ദേഹം അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഒരു വയസ്സായ മുത്തശ്ശിയെ കണ്ടു. മോനെ, എന്നെ നീ ഒന്ന് സഹായിക്കുമോനെ? 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്. നിന്റെ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അല്പം ആഹാരം നൽകൂ. അമ്മേ, എന്റെ അടുത്ത് കഴിക്കാൻ ഭക്ഷണമൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കാശുണ്ടെങ്കിൽ നൽകുമോനെ, ഞാൻ എന്തെങ്കിലും വാങ്ങി കഴിച്ചോളാം. നന്ദന്റെ പാക്കറ്റിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വെറും 1500 രൂപയേ ഉള്ളൂ. നന്ദൻ അതിൽ നിന്നും 100 രൂപ നോട്ടെടുത്ത് ആ അമ്മൂമ്മയ്ക്ക് നൽകി. നിന്റെ കയ്യിൽ കാശ് തീരെ കുറവാണല്ലോ, പക്ഷെ നീ എനിക്ക് കാശ് നൽകിയിരിക്കുന്നു. ആ ദൈവം എപ്പോഴും നിനക്ക് നല്ലത് ചെയ്യട്ടെ, സന്തോഷം വരും. നന്ദൻ അവിടെ നിന്നും പുറപ്പെടാൻ തയ്യാറാവുകയായിരുന്നു. അപ്പോൾ ആ മുത്തശ്ശി അദ്ദേഹത്തെ വിളിച്ചു. ഒന്ന് നിൽക്കുമോനെ, നീ എന്നെ സഹായിച്ചിരിക്കുന്നു. പകരം ഞാനും നിന്നെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ കയ്യിൽ വലുതായിട്ടൊന്നുമില്ല, പക്ഷെ ഈ തക്കാളി ചെടിയുണ്ട്. ഇത് നിന്റെ തോട്ടത്തിൽ നട്ടുവെക്കൂ. നന്ദൻ ആ തക്കാളി ചെടി വാങ്ങി എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. വീട്ടിലേക്ക് പോയതും നടന്നതൊക്കെ തന്റെ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു. ലാല ദിവസം എന്റെ ചോര കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സന്തോഷത്തോടെ അവൻ ജീവിക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, പക്ഷെ നിങ്ങൾ ചെയ്ത നല്ല കാര്യമാണ്. ആ മുത്തശ്ശിക്ക് കാശ് നൽകിയിരിക്കുന്നു. കുറഞ്ഞത് അവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കിട്ടുമല്ലോ. തരൂ, ആ ചെടി ഞാൻ നട്ടുവെക്കാം. മീന ആ ചെടി തോട്ടത്തിൽ നട്ടുവെച്ചു. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ മീന ആ ചെടിക്ക് വെള്ളമൊഴിക്കാനായി വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ തക്കാളി ചെടിയെ കണ്ടത് തന്നെ അവൾ ആശ്ചര്യത്തിലായി. അല്ല ചേട്ടാ, ഇവിടെ നോക്കൂ, ഒന്ന് പെട്ടെന്ന് വരൂ. എന്തുപറ്റി? നിങ്ങളിത് കണ്ടോ? തക്കാളി ചെടിയിൽ സ്വർണം നിറഞ്ഞ തക്കാളിയോ? അത് സ്വർണ്ണ നിറത്തിലുള്ള തക്കാളിയല്ല, സ്വർണ്ണ തക്കാളിയാണ്. എന്നാൽ ആ വയസ്സായ അമ്മൂമ്മ എനിക്ക് മായ തക്കാളി ചെടിയാണോ തന്നിരിക്കുന്നത്? അവരൊരു സാധാരണ അമ്മയല്ല, അവരൊരു ദൈവമാണ്, ദൈവം. മീന ഇത് പറഞ്ഞതും തന്നെ ആ ചെടിയിൽ നിന്നും ഒരു പുക പുറപ്പെട്ടു. അതിൽ ആ വയസ്സായ അമ്മൂമ്മ പ്രത്യക്ഷപ്പെട്ടു. ദൈവം ആരുടെ മുൻപിലും നേരിട്ട് വരാറില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. നന്ദൻ, നീ വളരെ നല്ലവനാണ്. അതുകൊണ്ടാണ് ഈ സ്വർണ്ണ തക്കാളി ചെടി നിനക്ക് ഞാൻ നൽകിയത്. ഈ ചെടിയിൽ ദിവസവും ഒരു സ്വർണ്ണ തക്കാളി ഉണ്ടാകും. പക്ഷെ ശ്രദ്ധിച്ചോണം, ആരെങ്കിലും ഈ തക്കാളി ചെടി മോഷ്ടിക്കണമെന്ന് കരുതിയാൽ അവർ മരിച്ചുപോകും. നിനക്ക് നല്ലതുണ്ടാകട്ടെ. ആ പുക ആകാശത്തിലേക്ക് പറന്നുപോയി. പിന്നെ നന്ദന്റെയും മീനയുടെയും ജീവിതം തന്നെ മാറിപ്പോയി. ആ സ്വർണ്ണ തക്കാളി വിറ്റ് നന്ദൻ തനിക്കായി സ്വന്തം ഒരു പാടം വാങ്ങി. പിന്നെ നന്ദന്റെ ചെറിയ വീട് ഇപ്പോൾ 2 നില കെട്ടിടമായി മാറി. നന്ദനും തന്റെ ഭാര്യ മീനയും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു. ആ സ്വർണ്ണ തക്കാളിയുടെ കാര്യം ഗ്രാമം മൊത്തം പാട്ടായി. പിന്നെ ലാലയ്ക്കും ഇക്കാര്യം അറിഞ്ഞു. സ്വർണമുള്ള തക്കാളിയോ?
ഈ സ്വർണ്ണ തക്കാളി ചെടി വളരുന്നുകൊണ്ട് നന്ദൻ ഒരേ രാത്രി കൊണ്ട് ഇത്രയും വലിയ പൈസക്കാരനായോ? ആ ചെടി എനിക്ക് തന്നെ വേണം. എന്ത് സംഭവിച്ചാലും ശരി, അത് എനിക്ക് തന്നെ വേണം. പോവൂ, ഉള്ള എല്ലാരും പോവൂ. ലാല പിറുപിറുത്തുകൊണ്ട് നന്ദന്റെ വീട്ടിലേക്ക് വന്നു. നന്ദൻ, ഓയ് നന്ദൻ, പുറത്തേക്ക് വാ. ആരാണത്? ആരാടാ അത് വീട്ടു പുറത്ത് നായ്മാര് ഒച്ച ഉണ്ടാക്കുന്നത്? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ നീ നായിന്നാണോ വിളിക്കുന്നത്? അറിയാണ്ട് പറഞ്ഞതാണ് ലാലാജി, നിങ്ങളെ ഞാൻ വയസ്സായ നായനാ വിളിക്കേണ്ടത്. ചിരിക്കുകയാണോ? എന്നെ നോക്കിട്ട് ചിരിക്കുകയാണോ? കയ്യില് 2 കാശ് വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചിരിക്കുകയാണോ എന്നെ നോക്കിട്ട്? ഗോളു, ബോളു, നന്ദന്റെ ഭാര്യനെ തൂക്കിക്കൊണ്ടുവാടാ. ഗോലുവും ബോലുവും ഉടനെ മീനയുടെ കൈകൾ കെട്ടിയിട്ടു. അല്ല അല്ല, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? വരും ഞങ്ങളുടെ കൂടെ. എന്നെ വിടാനാ പറഞ്ഞേ? എന്റെ ഭാര്യനെ വിട്ടേക്ക്, മര്യാദയ്ക്ക് വിട് ലാലാജി. എടാ, ഇപ്പൊ നീ പുറത്ത് വന്നല്ലോ. നിനക്ക് നിന്റെ ഭാര്യ വേണമെങ്കിൽ നിന്റെ വീട്ടിന്റെ പുറകിൽ വളരുന്ന ആ സ്വർണ്ണ തക്കാളി ചെടി എന്റെ അടുത്ത് തരൂ. പക്ഷെ ശ്രദ്ധിച്ചോണം, ആരെങ്കിലും ഈ തക്കാളി ചെടി മോഷ്ടിക്കണമെന്ന് കരുതിയാൽ അവർ മരിച്ചു പോകും. നിനക്ക് നല്ലതുണ്ടാകട്ടെ. നന്ദന് ആ മുത്തശ്ശി പറഞ്ഞത് ഓർമ്മ വന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുഖത്തിൽ ചിരി വന്നത്. ഞാൻ തരാം, ഞാൻ നിങ്ങളെടുത്ത് ആ ചെടി തരാം. പക്ഷേ നിങ്ങൾ തന്നെയാണ് മണ്ണിന്ന് ആ ചെടി എടുക്കേണ്ടത്. ആ ശരി, അതിലെന്താ കഷ്ടമുള്ളത്? ഞാൻ എടുത്തോളാം, ശരിയല്ലേ? നന്ദൻ ലാലയെ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എവിടെയുണ്ട് ആ സ്വർണ്ണ തക്കാളി ചെടി? എവിടെയുണ്ട്? ആഹാ, ഇപ്പോൾ ഈ ചെടി എന്റേതാണ്, എന്റേത്. ലാല ആ ചെടി പിഴുതെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്നും വലിയ വലിയ വേരുകൾ പുറത്തേക്ക് വന്നു. അത് വന്ന് ലാലയുടെ ശരീരം ചുറ്റിപ്പിടിച്ചു. അയ്യോ, എന്താണിത്? അയ്യോ, ഗോലു, ബോലു, വന്ന് രക്ഷിക്കടാ മണ്ടന്മാരെ. അയ്യോ! ലാലയെ രക്ഷിക്കാനായി അദ്ദേഹത്തിന്റെ കൂലിക്കാർ വന്നു. ഉടൻ തന്നെ ആ ചെടിയുടെ വേരുകൾ ഗോലുവിനെയും ബോലുവിനെയും ചുറ്റിപ്പിടിച്ചു. രക്ഷിക്കൂ! എടാ ലാല, നിന്നെ കൊണ്ട് ഞങ്ങളും പെട്ടല്ലോ, ആരെങ്കിലും രക്ഷിക്കൂ. ആ ചെടിയുടെ വേരുകൾ ലാലയെ മാത്രമല്ല ഗോലുവിനെയും ബോലുവിനെയും ചേർത്ത് ഭൂമിയുടെ അടിയിലേക്ക് വലിച്ചെടുത്തു. ഇനി ഇവന്മാരെ ആരെയും ശല്യം പെടുത്തില്ല. തീർച്ചയായും ലാലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആ ദിവസത്തിനു ശേഷം നന്ദന്റെയും ലീലയുടെയും മാത്രമല്ല, ഗ്രാമത്തിലെ ജനങ്ങളുടെ മൊത്തം ജീവിതവും സമാധാനത്തോടെയായി. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവർക്കും ലാലയുടെ ശല്യത്തിൽ നിന്നും വിമോചനം ലഭിച്ചു. നന്ദന്റെ സ്വർണ്ണ തക്കാളി ചെടി നന്ദനെ പണക്കാരനാക്കി മാറ്റി. അതോടൊപ്പം അത് ലാലയെ പോലെയുള്ളവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കി.